നമ്മളങ്ങനെ കുട്ടല്ലൂരുള്ള ഹൈലൈറ്റ് മാളിലേക്ക് പോകാനുള്ളൊരു പ്ലാനിലാണ്. നമ്മളെ വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങി ഇതുവരെ വന്നിട്ട് ഹൈലൈറ്റ് മാൾ പോയിട്ടില്ല. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് അവിടേക്ക് തന്നെ വരുന്നത് തന്നെ. അപ്പോൾ നേരെ അവിടെ പാർക്കിങ്ങിലേക്ക് നമ്മൾ ബേസ്മെൻറ്റിലേക്ക് ഇങ്ങനെ ഇറങ്ങി പാർക്കിങ്ങൊക്കെ കിട്ടി. അപ്പോൾ വിചാരിച്ച പോലെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ സുഖമായിരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇട ദിവസം പോയിട്ടുണ്ടായിരുന്നത്. നല്ലൊരു ആൾക്കാരെ ഉണ്ടായിരുന്നില്ല. നമ്മളൊരു ഉച്ച സമയത്തോടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് വിചാരിച്ചു ജസ്റ്റ് നമ്മൾ ലുലുവിലൊന്ന് കയറാമെന്ന്. അപ്പോൾ പിന്നെ ബേസ്മെൻറ്റിൽ തന്നെ ആയിരുന്നു ലുലു. പിന്നെ നേരെ മേലേക്ക് കയറി ലുലുവിൽ കയറുന്നൊന്നുമില്ല. അപ്പോൾ കൊണ്ടാഞ്ച അവിടുത്തെ ഗെയിമുകൾ കളിപ്പിക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ അവനെയും കൊണ്ടൊന്ന് മേലേക്ക് പോയി. അവനാച്ച അവിടെ നിന്ന് കാണുമ്പോൾ ഭയങ്കര ഒരു ചിരിയായിരുന്നു. ഓരോ സാധനങ്ങളൊക്കെ കാണുമ്പോൾ അവനോടത്തെ ടോയ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഫസ്റ്റ് അവൻ പേടിയായിരുന്നു. പിന്നെ അതിന് ശേഷം അടിയിലൊക്കെ വരുന്ന കയറി കാര്യങ്ങളൊക്കെ ഇട്ട് തിരിച്ച് കളിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാർഡ് വാങ്ങാനുള്ള ഒരു പ്ലാനായി. നല്ല കറക്റ്റായിട്ട് നമുക്ക് ഗെയിം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളവിടെ നിന്ന് വണ്ടി പോകോട്ടിനോട് ഇറക്കിയപ്പോൾ പോകോട്ടും ഭയങ്കര വിഷമമൊക്കെ ആയി. പിന്നെ ദേഷ്യം വന്നുള്ള കാട്ടായങ്ങളാണ് അതൊക്കെ കാണുന്നത്. പിന്നെ നമ്മൾ നേരെ അവിടെ കൗണ്ടറിൽ പോയിട്ട് അതിൻ്റെ ഒരു കാർഡ് വാങ്ങി. കാർഡിന് 1200 സംതിങ് ആയിരുന്നു. അങ്ങനെ നമ്മൾ കാർഡ് എടുത്ത് അതിൻ്റെ നമുക്ക് ഗെയിം കളിക്കാമെന്ന് വിചാരിച്ച് നേരെ സ്വൈപ്പ് ചെയ്തു. സ്വൈപ്പ് ചെയ്തപ്പോൾ ഉണ്ട് പോക്കോട്ടിന് ആകെ പേടിയായി മാറി. കാരണം ആ ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വണ്ടി കിടന്ന് ആകെ ഷേക്കിങ്ങും കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ പിന്നെ അവൻ വണ്ടിയിൽ ഇരിക്കണില്ല. അവനാകെ പേടിച്ച് പുറത്തിറങ്ങി. അത് ഞാൻ കുറേ നിർബന്ധിച്ചിരിക്കാനായിട്ട്, പക്ഷേ സമ്മതിക്കണില്ല അവൻ ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല വണ്ടി ഇങ്ങനെ ഷേക്ക് ചെയ്തപ്പോൾ. പിന്നെ എന്തെങ്കിലും പഞ്ച് ചെയ്തെല്ലാം സ്വൈപ്പ് ചെയ്തെല്ലാം വിചാരിച്ച് ഞാൻ തന്നെ ഗെയിം ഫിനിഷ് ചെയ്തു. പിന്നെ അവിടെ ഒരു ഐസ്ക്രീമിൻ്റെ ഒരു ചെറിയ വണ്ടി ഉണ്ടായിരുന്നു. അതിൽ കയറി അവൻ കുറച്ച് നേരം കളിച്ച് അങ്ങനെ ഇരുന്നു. പിന്നെ അവനെ പറ്റിയ സ്ഥലം നോക്കുമ്പോൾ കുറച്ച് ആക്ടിവിറ്റി ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. കുറച്ച് ചാടി കളിക്കാൻ അങ്ങനത്തെ ഒക്കെ നോക്കുമ്പോൾ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറ്റി കുറച്ച് നേരം അത് അതിൻ്റെ ഉള്ളിൽ എൻജോയ് ചെയ്തു. ഒരു ഹാഫ് ആൻ അവർ അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ കുറച്ച് ടൈം പോകുമല്ലോ. പിന്നെ അമ്മയും മോൻ അതിൻ്റെ ഉള്ളിൽ കുറച്ച് നേരം കാര്യങ്ങളൊക്കെ ചെയ്ത് കളിച്ചു. പക്ഷേ അവന് അത്രയ്ക്ക് ഇതുണ്ടായിരുന്നില്ല. ലാസ്റ്റ് അവന് ദേഷ്യം വന്നിട്ട് ഓരോ സാധനങ്ങളൊക്കെ ചവിട്ടിയിടലും അടിക്കലൊക്കെ തുടങ്ങി. പിന്നെ നമ്മൾ അവനോട് പുറത്തിറങ്ങാൻ പറഞ്ഞു. അല്ലാന്നുണ്ടെങ്കിൽ ഇനി അവൻ ടെററായി മാറും. പിന്നെ എന്തായാലും കാർഡ് റീചാർജ് ചെയ്തെല്ലാം വിചാരിച്ച് ഞാൻ തന്നെ ഓരോ ഗെയിമുകളൊക്കെ പഞ്ച് ചെയ്ത് കളിക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റിക്കറും അല്ല അതിൻ്റെ ഓരോ എന്താ പറയുക ഇതൊക്കെ കിട്ടും, പോയിൻറ്റുകൾ കിട്ടുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഓരോ ഗിഫ്റ്റ് കിട്ടുമെന്നാണ് പറഞ്ഞത് അവിടുത്തെ സ്റ്റാഫ്. അങ്ങനെ എന്തായാലും ഓട്ടം വിചാരിച്ച് നമ്മൾ കുറച്ച് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാടൊരു മെഷീൻ ഉണ്ട്, അതിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പോയിൻ്റ് കയറും, അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെ നമ്മുടെ കാർഡും കൊടുത്ത് കാര്യങ്ങളൊക്കെ കിട്ടി. വീണ്ടും ഒരു ഗെയിം കൂടി കളിച്ചു, വീണ്ടും കാർഡ് കയറ്റി. അങ്ങനെ നമ്മൾ ഗിഫ്റ്റ് പ്രതീക്ഷിച്ചത് നമ്മൾ വലിയ ഗിഫ്റ്റായിരുന്നു. പക്ഷെ നമുക്ക് കിട്ടിയ പോയിൻ്റ് അനുസരിച്ച് അവർ നോക്കുമ്പോൾ ചെറിയൊരു ഗിഫ്റ്റായിരുന്നു. ഈ കാണുന്നതിലുള്ള ഏതെങ്കിലും ചൂസ് ചെയ്യാനാണ് പറഞ്ഞത്. ഇത് വളരെ ചെറിയൊരു ഗിഫ്റ്റായി മാറി. അപ്പോൾ ആ ഒരു വിഷമം വന്നപ്പോൾ പിന്നെ എന്തായാലും ഓട്ടം വിചാരിച്ച് വേറൊരു ഗെയിം കൂടിയും കളിക്കാൻ വെച്ചു. അത് ഞാൻ തന്നെ കളിച്ചു. അപ്പോൾ പിന്നെ നമുക്ക് മൈക്കാണ് ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു മൈക്ക് കിട്ടി. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു ഇതങ്ങനെ ഒരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് പിന്നെ അവർ ഫോട്ടോ എടുത്ത് അവരിതിൽ കിടാനായിട്ട് അങ്ങനെ നമുക്കൊരു മൈക്കും കിട്ടിയ സന്തോഷത്തിൽ നമ്മൾ ഇറങ്ങി. ഓൾമോസ്റ്റ് നമ്മുടെ ഒരു പൈസ അത്യാവശ്യം നഷ്ടമായി ഗെയിം കളിച്ചില്ല. കാരണം അത് ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നില്ലല്ലോ ഗെയിമുകളൊന്നും. അങ്ങനെ നേരെ ഫുഡ് കോർട്ടിൽ കയറി സ്നാക്സ് കഴിക്കാൻ വിചാരിച്ചു. പിന്നെ ഒരു KFC കയറി KFC ഓർഡർ ചെയ്ത് നമ്മളത് അവിടെ നിന്ന് കഴിച്ചിറങ്ങി. പക്ഷേ ടേസ്റ്റ് വൈസ് നോക്കുമ്പോൾ നമ്മുടെ ഇവയിലുള്ള KFC തന്നെയാണ് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ലുലൂർ കയറണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നേരെ ലുലുവിൻ്റെ ഉള്ളിലേക്കാണ് പോയത്. പോയിക്കൊണ്ടിരുന്നാൽ കുറച്ച് ഓയിൽ ഐറ്റംസ് നമ്മൾ കൊണ്ടുവന്നത് അവിടെ തന്നെ മറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതൊക്കെ വാങ്ങി നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു. ഇനിയിപ്പോൾ ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.